അയ്യോ ഇത് സാബുവിൻ്റെ വീടല്ലേ? സാബുവിൻ്റെ വീടല്ലേ? അമ്മ എന്തിനാ ഇനി ചിന്തിക്കുന്നത്? എനിക്ക് എന്തെല്ലാം ചിന്തിക്കാനൊന്നും അറിയാതെ ഇപ്പോഴല്ലേ കൊച്ചു കുറവായി. വിവീനെ ഒന്ന് ഇറക്കി കിട്ടി 5 മിനിറ്റ് നേരത്തെ തന്നെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് ഒത്തിരി നാളുകളായി. ഇപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഇച്ചിരി കാഴ്ചകൾ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിന്ന് ബിബീനയുടെ PTA മീറ്റിംഗ് ഉണ്ട്. ഈ ഒരു വർഷത്തിലെ PTA മീറ്റിങ്ങിന് നമ്മൾ പോയില്ല. ഇനിയിപ്പോൾ അവളുടെ അടുത്ത പരീക്ഷയോട് കൂടി അവളുടെ സെമസ്റ്റർ തീരുക. അതുകൊണ്ട് നമ്മളൊന്ന് പോയിട്ട് വന്നേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവൾ ചെല്ലണമെന്ന് പറഞ്ഞു. അവൾക്ക് ഇനിയിപ്പോൾ സ്റ്റഡി ലീവൊക്കെ തുടങ്ങുവാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ എല്ലാ പിള്ളേർക്കും വേണ്ടി ആണ്. അവരെ ബാച്ചിലുള്ള എല്ലാ പിള്ളേരും നന്നായിട്ട് മാർക്കോടുകൂടി ജയിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ തിരുവല്ലയിൽ ചെന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അമ്മേനെ സൗച്ചേട്ടയുടെ വീട്ടിലാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. ചേച്ചി ഇന്ന് അവിടെയുണ്ട്. ചേച്ചി ഇന്ന് ഫുൾ അവിടെ ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് അമ്മേനെ അവിടെ കൊണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അധികം കാഴ്ചകളൊന്നും കാണിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടു പ്രാവശ്യം കണ്ടതല്ലേ. അതിപ്പോൾ അതുകൊണ്ട് അത് കാണിക്കേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ അത്യാവശ്യം ഇച്ചിരൊക്കെ കാണിക്കാം നമ്മൾ അതിനിടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ. ഇനി പുതിയതായിട്ട് വന്നിരിക്കുന്ന കാണാത്തവർക്കൊക്കെ വേണ്ടി പുതിയതായി വന്ന് കാണുന്നവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ കഴിവതും മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റ് കയറി ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. കാരണം ഇത് നേരത്തെ മുതലേ കാണുന്നവർക്ക് ഇത് കേട്ട് ബോറടിക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിലും ഉറപ്പിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആണെങ്കിൽ ആദ്യം മുതലുള്ള വീഡിയോകൾ കണ്ടാലേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. പിന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ പറഞ്ഞ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹ ആശ്വാസങ്ങളും നമുക്കിടെ കൂടെ വേണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവർ അല്ലാത്തവർ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാവരും ഹൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനയുടെ വീഡിയോകൾ തന്നെ നമ്മൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ആ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയാണ്. അമ്മയുടെ ഭക്തിയുടെ കാര്യങ്ങൾ എന്തോരം അമ്മ ഇതായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോയിൽ നമ്മുടെ കുരിശ് വരയ്ക്കുന്ന കിടക്കാൻ നേരത്ത് അമ്മ കുരിശ് വരയ്ക്കുന്ന ഒരു സീനൊക്കെ നിങ്ങളെ ഇതില്ലാതെ സംസാരം ഇല്ലാതെയുള്ള ഭാഗം കാണിക്കുന്നുണ്ട്. അത് അമ്മയുടെ ആ ഭക്തിയും അമ്മയുടെ ആ ഇതൊക്കെ ഒന്ന് എന്തോരം ഉണ്ടെന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെ ബോറിങ്ങായി കാണുന്നില്ലെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥനയുടെ വീഡിയോ ഇട്ടത് ഞാൻ ആ ഉദ്ദേശത്തിലാണ്. അമ്മയുടെ ഒരു ഭക്തിയുടെ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം അത് ഡൈവേർട്ട് ചെയ്താലും അമ്മ പിന്നെ പ്രാർത്ഥിക്കും. പിന്നെ അമ്മ ആ പ്രാർത്ഥനയോട് പോകും. ചിലപ്പോൾ സ്ഥിരം ഒരാഴ്ചയൊക്കെ മൊത്തം പ്രാർത്ഥനകളായിരിക്കും അമ്മ അതിൽ ഇരുന്നല്ലേ. പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥനയുണ്ട്. തന്നെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥന. ഞങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എനിക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റില്ല. എനിക്കിവിടെ പണികൾ പുറത്തിറങ്ങിയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അമ്മ തന്നെ കിടന്ന് പ്രാർത്ഥനയിലും. പിള്ളേരും ആരുമില്ല. ജോമോനും പോവുകയല്ലേ ചിലപ്പം. അപ്പം അങ്ങനെ ഉള്ളത് അത് ഞാനൊന്ന് മൊത്തമെടുത്ത് ഒരു ഇത് വെട്ടുന്നേ ഉള്ളൂ കേട്ടോ. അത് ചിലർക്കത് ബോറായെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ എലിക്കുട്ടിയെ സംബന്ധിച്ചുള്ള വീഡിയോകളാണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ കൂടുതൽ കാണിക്കാമെന്ന് ഓർത്താണ്. എപ്പോഴും അമ്മയോട് തന്നെ നല്ല സ്നേഹത്തിലൊന്നുമില്ല. അമ്മ വല്ലതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാനും അതുപോലെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് എന്ന് പറയുന്നത് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. അമ്മേനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമല്ലേ, ഒരു ചിരിയല്ലേ, തമാശല്ലേ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. തമാശയായിട്ട് എടുത്താൽ മതി. അല്ലാതെ അമ്മയുടെ സ്നേഹക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ല. അമ്മ ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത് പോലെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് പറയുന്ന പോലെ തോന്നുന്നത് അമ്മ ഒന്നും ഓർത്തിരിക്കില്ല. അമ്മ പെട്ടെന്ന് എല്ലാം മറന്നുപോകും. പ്രസന്റ് മെമ്മറിയിൽ അമ്മയുടെ ഒന്നും ക്യാച്ചിങ് നിൽക്കില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോവാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അമ്മയുടെ അങ്ങനെ മര്യാദകരായിട്ട് പെരുമാറുമെല്ലാം ചെയ്യുന്നതാണെങ്കിൽ അമ്മ പൊക്കോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനെ ഞാൻ പണ്ട് പോലെ അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും പോകണത് അമ്മയ്ക്ക് ഇഷ്ടമില്ല. എന്നാന്ന് പറയാം, എനിക്കറിയത്തില്ല. ഞാനിവിടെ ഉള്ളെങ്കിൽ അമ്മയ്ക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാമെന്നുള്ള തോന്നൽ കൊണ്ടാണോ അങ്ങനെ ആയിരിക്കാം. അമ്മയ്ക്ക് അന്നാണെങ്കിൽ ജോലിഭാരം കുറയുമല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അമ്മയ്ക്ക് പേടിയുണ്ട് തന്നെ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനുണ്ടെങ്കിൽ ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ടും കൂടി ഇപ്പം സൗചേട്ടയുടെ വീട്ടിലോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തോ ഇഷ്ടമില്ല. പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവർ നോക്കുകയൊക്കെ ചെയ്യും നന്നായിട്ട്. അവിടെ ചിലപ്പോൾ ഇങ്ങോട്ട് പോരാനും മടി കാണിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ബൈ. ഒരു സ്ഥലത്ത് പോകാം. ബാ. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞല്ലോ ഒരു സ്ഥലം. ഊച്ചനാട്ടാക്കിയല്ലേ പോട്ടെ. ബാ ബാ ബാ. ചെരുപ്പുണ്ട്. അതുപോലെ സാബുമോൻ്റെ വീട്ടിൽ പോകും.
സാബുവിൻ്റെ വീട്ടിൽ പോകണം കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞല്ലേ. ആ സാബുമോൻ്റെ വീട്ടിൽ പോക്കോ. അവിടെ ചെല്ല്, ഞങ്ങളേ വാ. ഞങ്ങളുടെ അമ്മ ചെല്ല്, ജോമോൻ്റെ കൂടെ ചെല്ല്, ജോമോൻ്റെ കൂടെ ചെല്ല്. അവിടെ സാബുമോൻ്റെ വീട്ടിൽ പോക്കോ. ഇന്ന് നീ അവിടെ പോവാ. ഞാൻ വിവീനയുടെ കോളേജിൽ പോവാ. അവിടെ എന്താ? അവളെ പേരൻസ് മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് വരട്ടെ. മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് വരട്ടെ. ചെല്ല്, എന്നാ ജോമോൻ്റെ കയ്യിൽ പിടിച്ചു. ലീലാമ്മയുണ്ട് കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ അവിടെ പോകണം. എന്നതൊക്കെയാണോ? ഓ ഒന്നും സാരമില്ല. ബാ, ഉച്ചയാകുമ്പോഴത്തേനും വരും. ടാറ്റായൊന്നും വേണ്ടല്ലേ. ഇത് വീടല്ലേ, ഇത് അമ്മയുടെ വീട് തന്നെയാ. വീട്ടിലോട്ട് കൊണ്ടുവിട്ടാൽ മതി. ആ ഇതും വീടാ. വാ. അവിടെ ആരും ഇല്ലായിരിക്കും. അവിടെ ആരും ഇല്ലെന്നേ. അവർക്ക് ജോലിക്ക് പോയിട്ടാ. ആ എല്ലാം ജോലിക്ക് പോയി. വീട്ടിലുള്ളവരെല്ലാം ജോലിക്ക് പോയി. ഇവിടെ ആരാ? ഇവിടെ ലീലാമയുണ്ട്, സാബുണ്ട്. ആ അട്ടയല്ലേ, എല്ലായിടത്തും അട്ടയുണ്ടെന്നേ. ഇവിടെ എല്ലാവരും ഉണ്ട്. വെറുപ്പൊരു അറിയാല. അറിയാലേ അതിനാ കണ്ടിട്ടുണ്ടോ? ഓഹോ, ഇതെന്നാ ചോദ്യാ? ഇവിടെ തന്നെ ജീവിച്ചോണ്ടിരുന്നേ ഞാൻ. കയറിക്കോ അങ്ങോട്ട്, ഇവിടെ കയറിക്കോ. ധാരാ 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 ആ അതെന്റെ ആൻറ്റി. ആൻറ്റിയോ? ആ അത് കൊള്ളാം. ആൻറ്റിയും ചേർത്തനിയൊക്കെയാണ് എല്ലാവരും അല്ലേ, നാത്തൂരും ഒക്കെ. മരുമകളല്ലേ, മരുമകള് പോറായടി. ആ മരുമകളല്ലേ, കഴിച്ചാണേ. ആ ഗുളിക കൊടുത്താണ്. ഇന്നലെ നൈറ്റായിരുന്നു. നൈറ്റ് കഴിഞ്ഞോ? അവൻ പോകാനുള്ള തിരക്കില്ല. സാബ് ജോലിക്ക് പോകാനുള്ള തിരക്കിലാന്ന്. ആ ടി വിയാ. ഇത് ആരാണ്ടൊക്കെയാണ്. ഏ ആ കൈ കുളുക്കി ലീലാമയുടെ ആണ്ടൊക്കെ പറയാമെന്ന്. അത് ലീലാമയല്ല, വേറെ ആരണ്ടൊക്കെയാ. അത് വേറെ ആരണ്ട. ലീലാമയല്ല കേട്ടോ. അയ്യോ ഇത് സാബുവിൻ്റെ വീടല്ലേ, സാബുവിൻ്റെ വീടല്ലേ. സാബുവിലേ നിൽക്കുന്നേ. ആ അമ്മയുടെ മാൻ സാബു. ആ അവനാ എൻ്റെ വീടായത്. അവനോട് പെരവിടെ താമസിക്കുന്ന. പണിത് അവൻ ലോണൊക്കെ എടുത്ത് പണിത്. ആ വീടൊക്കെ പണിതായിരുന്നു. അവൻ്റെ വീട് അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ, ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ അമ്മേ. ആ ആ അവർ ജീവിക്കാത്തല്ലേ. അത് ജീവിക്കാത്ത ഓരോ പരിപാടിക്കാരാ. ആ ജീവിക്കാത്തേ ഓരോ പരിപാടി നടത്തണവരാ. സിനിമയൊക്കെ ഇല്ലേ, ആ ജീവിക്കാനും കൂടിയാ സിനിമയും സീരിയലൊക്കെ. ആ ഇതല്ലേ സാബു? സാബു ആണോ അത്? ഇതല്ലേ സാബു? ഏ സാബു അല്ലേ ഇത്? ആ പിന്നെ ആരുടെ വീടാന്ന് മുമ്പ് ചോദിച്ചേ? പിന്നെ അല്ലാതെ പെട്ടെന്ന് മറന്നു പോയല്ലോ.
ചകിരിത്തോട്ടത്തുകാരുടെ വീട് എന്ത് ചെയ്യും? പറഞ്ഞിട്ട് തന്നെ കാര്യം. ആ അങ്ങനെ ചേർത്തണ്ടത്തിലെ വീടിൻ്റെ കാര്യം മറന്നു പോയെന്ന് തോന്നുന്നു. ആ. ഒത്തിരി കുറച്ച് മറവിയുണ്ട്, ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട്. ശരി. അത് ചേച്ചിയുടെ ലീലാമ്മയുടെ ചെരുപ്പാ. ലീലാമ്മയുടെയാണ്. ആ ചകിരിത്തോട്ടത്തുകാരുടെ വീട് കാണാമോ? ചകിരിത്തോട്ടത്തുകാരുടെ വീട്, ഏ? ചകിരിത്തോട്ടത്തുകാരുടെ വീട്, ആരാണോ? ചകിരിത്തോട്ടത്തുകാരുടെ വീട് ഏതാ? കണ്ടോ? ചകിരിത്തോട്ടത്തുകാരുടെ വീട് ഏതാ? ഏതാ? എവിടെയാ? അങ്ങോട്ട് നോക്ക്. ആ, അവിടെ. അവിടെയാണോ? ചകിരിത്തോണ്ടത്തില്ല, അതാരുടെ? കുട്ടിയുടെ. ആ, ആ അത് ശരി. അതെ, അവരുടെ സ്ഥലം ഇവിടെയുണ്ടോ? ആ മേടിച്ചാണോ? അല്ല. അവർ താമസിക്കുകയാണ് ആ അവിടെ. ചായ കുടിക്കും. ഇപ്പം എന്തിനാണോ? കൂടണ്ടാ പണിതാ. ജോലിക്ക് പോയതാണോ? ഇല്ല, ഇന്ന് പോകുന്നില്ല. ഈ ജോലി വസ്ത്രം മാറ്റാറുണ്ട്. അത് വീട്ടിലെ വസ്ത്ര, വീട്ടിലിടുന്ന വസ്ത്ര കേട്ടോ. ആ ഇത് കുറച്ച് പിന്നെ ടി വിക്കകത്ത് ഓരോ പരിപാടി നടത്തണല്ലേ. അമ്മയൊക്കെ സുഖമായിരിക്കണം. അമ്മയല്ല ഇരിക്കുന്നത്, ഏ? അമ്മയല്ല ഇരിക്കുന്നത്. സാബുവിൻ്റെ അമ്മയാ, സാബുവിൻ്റെ അമ്മയാണേ ഇത്. സാബുവിൻ്റെ തന്നെയല്ല എല്ലാവർക്കും കൂടെ കൂടിയുള്ള. ആ എല്ലാവർക്കും കൂടി ഉള്ള അമ്മയാ. ആ സാബുവിൻ്റെ തന്നെയല്ല. അമ്മയും അപ്പനും ഒരാളെ തൻ്റെ ഒരു മക്കൾക്ക് ആയില്ലോ. അവർ നിന്നല്ല വീണ്ടും വീണ്ടും സന്താനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന് ആ പരസ്യം പറയാൻ പറ്റുന്ന പരസ്യം. കുറേ നടത്തുള്ളൂ. ആ പരസ്യം പറയാൻ പറ്റുന്ന. കഴിയാൻ എങ്ങോട്ടാണ്? അവിടെ അടുക്കളയല്ലേ. എങ്ങോട്ടാണ്? ആ എൻ്റെ ക്ലാസ്സിൽ പോറായില്ലേ? ആ ഇന്ന് ക്ലാസ് ഇല്ലായിരിക്കും അല്ലേ? അപ്പ മേടിക്കാനാണ് ഞാൻ വിളിച്ചത്. അമ്മ അവിടെ കഴിക്കോ, വാ കഴിക്കോ, അവിടെ വാ കഴിക്കും, വാ കഴിക്കും. താഴെ ഇവിടെ ഇവിടെ കഴിക്കും. ഇച്ചിരി പനിയാണോ? അയ്യോ ഏ എന്നാ കണ്ണ് രണ്ട് മൂടി കിടക്കുവാണോ? ആര് പറയും? കണ്ണ് രണ്ട് മൂടി കിടക്കുമെന്ന് ആര് പറയും? പിന്നെ എത്ര നാളെ കണ്ണി സുഖമാണ്. കണ്ണി സൂക്കേടാണോ? ഓരോന്നും മാറി പോയി വന്നോണ്ട്. പിന്നെ കണ്ണി സൂക്കേട്. വേറെ താമസിക്കുന്നു കിടക്കണം. അവിടെ സാബു, സാബു കിടക്കണം. കൊച്ചിപ്പുറത്ത്. അവിടെയാണ്. ഇല്ല, ഇങ്ങോട്ട് പോയിട്ട് ഇവിടെയാവും. അവളവിടെ ഇരുന്ന് അവളവിടെ ആവി പിടിക്കുക. ആരുമില്ല, ആരും കിടക്കണില്ല. അവളെ പനിയായോണ്ട് ആവി പിടിക്കുക. ആ മുകളിലോട്ട് കയറിപ്പോ സ്റ്റെപ്പ്.
ചെമ്പരത്തി അല്ല, അത് മസാണ്ട പൂവാ, മസാണ്ട. ആ, മസാണ്ടയാ അത്, ചെമ്പരത്തി അല്ല. അതിന് കാലിന് വിഷമാണോ? ഇവിടുന്ന് ഉരുണ്ട് വീഴുമൊന്നുമില്ല. ഇതിലെ നടന്ന ഉരുണ്ട് വീഴുന്നു, കാലിന് വിഷമാണ്. നല്ല നിരപ്പല്ല പിന്നെ എന്നാ. ആ, കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ പോരുമല്ലേ ഇത്. ജോലിക്ക് പോകണ്ടേ? അവന് ജോലിക്ക് പോകണ്ടേ? ഏ ഏ വേണ്ട, എനിക്ക് ജോലിക്ക് പോകണ്ട. ജോലിയില്ലേ? ജോലിയുണ്ട്, ഇന്ന് ലീവാ. ബൗസാൻ്റെ കാണാം വെള്ളം വിട്ടത്. പുതപ്പൊക്കെ എടുത്ത് കളിയും. പുതക്കൊന്നും വേണ്ടത്. ഓ, ശ്വാസം മുട്ടലൊന്നുമില്ല. അതിപ്പോൾ ഇവിടെ മാറി കിടക്കുന്നതുകൊണ്ടാ. അത് സ്ഥിരം കിടക്കുന്ന കട്ടിലല്ലാത്തതുകൊണ്ടാ. സ്ഥിരം കിടക്കുന്ന കട്ടിലല്ലാത്തതുകൊണ്ട് തോന്നണതാന്നേ. ഇച്ചിരി മാറിക്കോളും. ആ, ഞങ്ങൾ ഉടനെ വരികയല്ലേ. കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഇവിടെ ഉണ്ട്. അങ്ങ് പോവണേ. ഞാനങ്ങ് പോവാ, വീട്ടിലോട്ട് പോവാ. ആ, അയ്യോ ഇപ്പോൾ പോരണ്ട, അവിടെ ആരുമില്ല. വീട്ടിലാരുമില്ല. അയ്യോ ഇവിടെ എന്നാ എന്നെ ലീലാമ്മ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി നോക്കിക്കോളും, ഒരുപോലെ നോക്കൂല പിന്നെ എന്നാ. ആ, ഞങ്ങൾ വിവീനയുടെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ. വിവീനയുടെ അടുത്തേ പോയിട്ട് വരാം. അന്ന് അവിടെ PTA മീറ്റിങ്ങാണ്. ഇപ്പോൾ പോയിട്ട് ഞങ്ങൾ ഉച്ച കഴിയുമ്പോൾ വരും. ഉച്ച കഴിയുമ്പം വരും. ആ, അതിന് ഇനി അധിക സമയം ഇല്ലല്ലോ. ആ, അന്നേരത്തേനും വീട്ടിലോട്ട് അമ്മേനെ കൊണ്ടുപോവാം കേട്ടോ. ഇവിടെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിയുണ്ട്, ഏഞ്ചലും ഉണ്ട്. പിന്നെ എന്നാ സാഹുവല്ലേ ഡ്യൂട്ടിക്ക് പോകുള്ളൂ. അമ്മ വീട്ടിൽ ഡ്യൂട്ടിക്ക് റെഡിയാകും. അമ്മ അവിടെ കിടന്നോ കേട്ടോ. ആ, ഈ വീട്ടിലാരും ഇല്ല. വിവാനും ഒന്ന് ക്ലാസ് ഉണ്ട്. വിവാനും ഒന്ന് പഠിത്തം ഉണ്ടെന്നേ. ആ ആ, വിവാനും ഒന്ന് പഠിത്തമുണ്ട്. അതുകൊണ്ടേ ഉച്ച കഴിഞ്ഞ് കൊണ്ടുപോകാം കേട്ടോ. ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ വരും. ഉച്ചയാകുമ്പോഴത്തേനും. ആ, ഉച്ച വരെ ഉള്ളൂ. ആ, ഉച്ച വരെ ഉള്ളൂ. ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ വരും അവിടുന്ന്. അന്നേരപ്പം കൊണ്ടുപോവാം. ഇല്ല, ഉച്ച വരെ ഉള്ളൂ. എന്നാ കിടന്നോ അവിടെ. കുറവങ്ങാട് വരെ ബൈക്കിന് പോകും. അവിടുന്ന് ബസ്സിന് പോകാനാണ്. അതാണ് നമുക്ക് ബസ്, ഒറ്റ ബസ് കിട്ടും അവിടെ നിന്ന് തിരുവല്ലയ്ക്ക്. നമ്മൾ 2 വണ്ടിക്ക് മാറി കയറണം. ബൈക്ക് കുറവങ്ങാട് പള്ളിക്കവലുള്ള ബസ് സ്റ്റാൻഡിലെത്തി. 2 വർഷം പെട്ടെന്ന്. ചില സമയത്ത് ഇവിടെ ബസ്സൊന്നുമില്ല. ബസ് നോക്കി നിന്ന് മടുത്ത്. ചില സമയത്ത് ബസ്സുകൾ വരാൻ പാടാണ് ഈ റൂട്ടിൽ കൂടെ. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ അല്ലേ വരുന്നത്. ഇവിടെ മെയിൻ റോഡിൽ നിന്ന് കോഴിക്കോട്, തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളാണ്. പാലക്കാട് അല്ല, അവിടെ നിന്നെല്ലാം വരുന്ന വണ്ടികൾ കൂടുതൽ ഇപ്പോൾ എറണാകുളം വഴി പോകുന്നതുകൊണ്ട് ഇതിലെ വണ്ടി വരുന്നത് കുറവാണ്. ബസ്സാണോ ഒരെണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയല്ലാതെ കയറുവാണ്. കോട്ടയത്ത് ഇറങ്ങിയിട്ട് കോട്ടയത്ത് നിന്ന് തിരുവല്ലയ്ക്ക് പോകാമല്ലോ. ഏതോ ഒരെണ്ണം വരുന്നുണ്ട്. നോക്കട്ടെ ഏതാണ്. കോട്ടയാന്ന് തോന്നണം കണ്ടിട്ട്. തിരുവല്ല ആയാലും കുഴപ്പമില്ല, ഏതായാലും അതേ കയറാം. നോക്കി നിന്ന് സമയം പോകുന്നു. കൊട്ടാരക്കര വണ്ടിയാണ്. തിരുവല്ലയിൽ ഇറങ്ങാൻ കൊട്ടാരക്കര വണ്ടി. ജോമോൾക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്.
കോട്ടയത്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള സീറ്റ് കിട്ടിയത്. ഇതുവരെ തിരക്കായിരുന്നു. വണ്ടി വളരെ പതുക്കെയാണ് പോകുന്നത്. നമ്മുടെ കോട്ടയം ലുലു മാളാണ്. കോട്ടയം ലുലു മാൾ. അപ്പോൾ ഞങ്ങൾ തിരുവല്ല സ്റ്റാൻഡിൽ വന്നിറങ്ങി. വണ്ടി വളരെ പതുക്കെയാണ് പോകുന്നത്. സമയം ഒത്തിരി പോയി. നല്ല കാറ്റാണ് അവിടെ. നല്ല സൂപ്പർ കടത്തിരുന്ന് നിൽക്കണോ, നല്ല കാറ്റ്. മഴക്കാറൊക്കെ ഉണ്ട്, അതായിരിക്കും. കൊച്ചിന് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിച്ചിട്ട് പോയേക്കാന്ന് പറഞ്ഞത്. ഒരു ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞത്. പോസ്റ്റായിട്ടിരിക്കുക, വണ്ടിയൊന്നുമില്ല. വണ്ടി വളരെ കുറവാണ് ഈ റൂട്ടിൽ കൂടെ. ഈ സമയമായതുകൊണ്ടാണ് നോക്കിയിരുന്ന അടുത്തൊരു കായംകുളം വണ്ടി വന്നു. അതേ കയറി. അങ്ങനെ ഞങ്ങൾ മാന്നാർ വന്ന് ചാടിയിട്ടുണ്ട്. ഇനി പരുമലയ്ക്ക് പോവുകയാണ്. ഈ പാലം കടന്ന് വേണം പരുമലയില്ല. നമ്മൾ പരുമലപ്പള്ളിയുടെ മുമ്പിലെത്തി. നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. പരുമലപ്പള്ളിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ നേരെ പോവുകയാണ്. ഇതാണ് ഹോസ്പിറ്റൽ. ആ കാണുന്നതാണ്. ഹോസ്റ്റലിലോട്ട് കോളേജിലോട്ട് പോകണ ഈ വഴിയാണ്. ഈ പള്ളിയുടെ അർച്ചനകത്ത് കൂടെയാണ് കോളേജിലോട്ട് പോകുന്നത്. ആ കാണുന്നതാണ് ഹോസ്പിറ്റൽ. ആണ്ടാ, നീ എല്ലാം വിളിച്ചു കൂട്ടുവാണോ? അമ്മയും മക്കളെല്ലാം ആണ്ട് അവിടെ ഇറങ്ങി കിടക്കുന്നത്. അമ്മയും മക്കളെല്ലാം അങ്ങനെ വഴിയൊക്കെ കൂട്ടുകൂടാൻ വന്നേക്കുവാണേ. കൊണ്ടുപോകായിരുന്നു. അതിനെ തന്നെ വഴക്കാ. വിളിച്ചപ്പോഴേ പോകുന്നു. നല്ല പരിചയം കേട്ടോ. വിവീനെ കാണാൻ നന്നായി. വിവീനെ കാണാണ്ട് ഇപ്പോൾ അടുത്ത് വണ്ടിക്കകത്ത് വെച്ചോണ്ട് പോയേനെ. ആ, അതാ പറഞ്ഞു. സൈക്കിളിൻ്റെ കൊട്ടയ്ക്കകത്തൊരു പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. വഴിയാ പോയതിന്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇതാണ് കേട്ടോ. ഇവിടെയാണ് വിവീനെ കുർബാന കാണാൻ തന്നെ. ഈ പള്ളിയിലാണേ. ഇതാണ് അവിടുത്തെ പുണ്യാളുടെ രൂപമാണ് ഇരിക്കുന്നത്. സെൻറ്റ് ഫ്രാൻസിസ്. വിവീനായി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. ക്ലാസ് ഉണ്ടല്ലോ, ഇപ്പോൾ ക്ലാസ് തുടങ്ങിയില്ലേ. മഴക്കാറൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. കാണിക്കും, അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ വാതിക്കലെത്തി. കോളേജിലോട്ട് കയറുകയാണ്. അങ്ങനെ കോളേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങോട്ട് നടന്നു പോരുക ചെയ്ത്. എന്നാ ചോദിച്ചാൽ ഒരു എക്സസൈസും കൂടെ ആവും. പള്ളിയൊക്കെ നിങ്ങളിത് കാണിക്കുകയും ചെയ്യാം. എല്ലാം കൂടെ ഇവിടെ നടക്കാൻ ഒരു രസമുണ്ട്. പിന്നെ മഴ അതുകൊണ്ടൊരു സുഖമില്ലെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കോളേജിലെത്തി. ഹോസ്റ്റലപ്പുറത്ത് നമ്മൾ എൻട്രൻസിലെത്തി. ഇനി ഒരു കിടവ് കഴിഞ്ഞ പകൽ കിടപ്പാട്ടോ ഉറപ്പാട്ടോ ചെയ്യാനായിട്ട് പകലിടുന്ന ചകൽ ഉറങ്ങി. ഓരോന്നും ചിന്തിച്ച മനുഷ്യൻ്റെ ഞാൻ കയറി ഇരുന്നേക്കുക. അമ്മ എന്തിനാ ചിന്തിക്കുന്നത്? അമ്മ എന്തിനാ ഇനി ചിന്തിക്കുന്നത്? എനിക്ക് എന്തെല്ലാം ചിന്തിക്കാനൊന്നും അറിയാവുന്നവർ ഇപ്പോഴല്ലേ കൊച്ചു കുറവായത്. ഒരു 2 കൊല്ലം മുമ്പ് എന്നതായിരുന്നു എന്റെ അവസ്ഥയാണ്. ഇപ്പോഴും ഓർത്തില്ലായിരുന്നു അതുപോലെയുള്ളൊരു പോക്കാർ. ഇപ്പൊ എല്ലാം തന്നെ രക്ഷപ്പെട്ടു. സ്വന്തം കാലം നിൽക്കാൻ മൊത്തപ്പം എല്ലാം ചെയ്ത് മൊത്തത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച് നേരത്തെ ചെയ്തുമൊക്കെ എല്ലാം നേരെയാക്കി. കൊറോണത്തിൽ പോലും ഒരു പരാതി ഉണ്ടായി. എല്ലാം നല്ല സ്വന്തമായിട്ട് ചെയ്യും. അതാവും ഒറ്റപ്പെട്ട് എല്ലാത്തിനും വളരെ കാര്യമായിട്ടാണ്. അങ്ങനെ വേണം എന്നെങ്കിലും നിങ്ങൾക്ക് ചുവാകും. പശുക്കളാവൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയായിരിക്കും? എവിടെയാണ് കെട്ടിയിട്ടേക്കടാ? എവിടെയെങ്കിലും കെട്ടി ചുറ്റിപ്പറിച്ചിട്ട് കൊടുത്താൽ അപ്പക്കോല് കഴിഞ്ഞ് കൊടുത്താൽ മതിയായിരുന്നു. പുറത്തോട്ടങ്ങ് കൊണ്ടുപോകാൻ ആൾക്കാരുള്ളപ്പോൾ കൊണ്ടുപോയാൽ കുഴപ്പമില്ല. ഇത് നോക്കാൻ വല്ലരും കന്നുകാലിയൊക്കെ എവിടെയാണോ വെച്ചിരിക്കുന്നത്? ആടെ മൃഗങ്ങളൊക്കെ എവിടെയാവോ? ഒന്നുമില്ല. വിൽക്കുന്നവർക്ക് ഇതെല്ലാം പുറകെ ഞാൻ നടത്തുന്നതുകൊണ്ട് ആർക്കും ഒന്നും അറിയണ്ടായിരുന്നു. ആരെവിടെ പോയാലും ഒരു ദോഷവുമില്ല. ഇപ്പം അത് പറ്റിയല്ല. ഇനി ഇച്ചിരി നേരത്തിന് ഒരു മണിക്കൂർ 2 മണിക്കൂർ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാൻ വല്ലരും. അമ്മയ്ക്കാണ് ഓർമ്മയില്ല, ഒന്നും ചെയ്യാനും പറ്റും.
കന്നുകാലിക്ക് തീറ്റ വെള്ളം പോലും കൊടുക്കാം. ഇതെല്ലാം പൂത്ത് നിൽക്കണമുണ്ട്. ആ ചെടിയുടെ പൂ നല്ല വിലയാണ്. എല്ലാ ചെടിയൊക്കെ ഇത് യോമോനില്ലായിരിക്കും. അവന് ജോലിക്ക് പോയിക്കാം, പണിക്ക് ഇല്ലെങ്കിൽ വന്നേ ഞങ്ങളെ കൊട്ടുവാനും വെള്ളത്തിനെ നോക്കാനും. വിവീനെ ഒന്ന് ഇറക്കി കിട്ടി. 5 മിനിറ്റ് നേരം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് നേരം തന്നെ ഉള്ളൂ. വർത്തമാനം പറയാനുള്ള പറഞ്ഞു. നിങ്ങളെല്ലാം അവിടെ നോക്കിയിരിക്കുക, ആരൊക്കെ വരുന്നത് നോക്കിയില്ലേ? ആരൊക്കെയാണ് വരുന്നത് പോകുന്നത് നോക്കിയിരിക്കുക. നിങ്ങൾ വരുന്ന കൊണ്ടുണ്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കണം. അപ്പം ഞങ്ങൾ ഉടനെ പോവും. വിവാന ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലേ? ഒരു പ്രാവശ്യം വന്നായിരുന്നു. ഇനി വിവാന ഒരു ദിവസം കൂടെ കൊണ്ടു. വിവാന തന്നെ ഒരു ദിവസം വിടായിരുന്നു. ആൽബിനി ഇപ്പോൾ അവിടെ വേറെ പോയി നിൽക്കില്ലേ? ഇപ്പം നിൻ്റെ മോന്തായി. വിവീനെ ക്ലാസ്സിലോട്ട് പോയി. ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് സ്നാക്സ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഹോസ്റ്റൽ വാർഡിൻ്റെ അടുത്തോട്ട് പോകണം. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. സാധനം കൊടുത്തു. നല്ല മഴക്കാറ് കയറുന്നുണ്ട്. ഒത്തിരി ഒന്നും കൊടുത്തിട്ടില്ലേ? 4 മണിക്ക് ചായക്കുള്ളത് കൊടുത്തതാണ്. ഇവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ് പിടിച്ചു. തിരുവല്ലയ്ക്ക് പോകണം തിരിച്ചു. റോഡിലെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇല്ലടാ ചാക്കു, ഇവിടെ നോക്കിയായിരുന്നോ അല്ല? എല്ലാവരും വന്നോ? നീ നോക്കിയായിരുന്നോ എല്ലാവരൊക്കെ? ജാക്കേ ഇല്ല നോക്കിയായിരുന്നോ? വട്ടം കറക്കി നോക്കുവാണ്. ചേച്ചി ഡ്യൂട്ടിക്ക് പോയെന്നറിയത്തില്ല. ഒരിക്കലും ഞാൻ അമ്മേനെ കൂട്ടാൻ പോകുന്നതാണ്. ഭയങ്കര കോട്ടയം മുതൽ പട്ടിത്താനം വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതാണ് താമസിച്ചത്. ബെല്ലടിച്ചിട്ടുണ്ട്. വരുന്നുണ്ടാ? വീട്ടിലോട്ട് പോരുന്നുണ്ടോന്ന്? വീട്ടിലോട്ട് പോരുന്നുണ്ടോന്ന്? വീട്ടിലോട്ട് പോരുന്നുണ്ടോന്ന്? അല്ല ചിലപ്പം ഇവിടെ നിൽക്കണമെന്ന് പറയല്ലേ? കൊണ്ടുപോകാൻ വന്നതാ. എന്നാ തിന്നുന്നേ? എന്നതാ കഴിക്കണേന്ന്? തിന്നുന്ന എന്നാന്നാ ചോദിച്ചേ? അയ്യോ വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു അമ്മേ. വഴി ബ്ലോക്കായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ അവിടെ നിന്ന് വണ്ടി കിട്ടാൻ അരമണിക്കൂർ താമസിച്ച്. കൊച്ചിൻ്റെ അടുത്ത് പോയപ്പോഴേ ഞങ്ങൾ വിവീനയുടെ അടുത്ത് പോയതാ. വിവീനെ പഠിക്കുന്നിടത്ത്. പേരൻസ് മീറ്റിങ്ങിന് പോയതല്ലേ? അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി കിട്ടിയേ. തിരിച്ചു വന്നപ്പം കോട്ടയം മുതൽ ബ്ലോക്ക്. കോട്ടയം മുതൽ പട്ടിത്താനം വരെ ബ്ലോക്ക്. വീട്ടിലാരും ഇല്ലായിരുന്നു. ചെറുക്കൻ പഠിക്കാൻ പോയില്ലേ? അപ്പം കോളേജിൽ പോയില്ലായിരുന്നോ? അപ്പം എല്ലാവരും ഒരുമിച്ചാ വന്നേ. എന്നാ ബാ. വഴക്കുവല്ലോ ഉണ്ടാക്കിയോ? വഴക്കുവല്ലോ ഉണ്ടാക്കിയോ? കഞ്ഞി കുടിച്ചോ? എന്നാ ബാ. വേറെ വല്ലതും കൊടുത്തെങ്കിൽ കഴിക്കില്ല. ഇച്ചിരി കഴിക്കുള്ളൂ. വണ്ടീനകത്തിന് അങ്ങോട്ട് നടന്നു പോകാൻ പോരെ? വണ്ടി നടന്നു പോകാനല്ലേ ഉള്ളൂ, ദൂരമുള്ളല്ലേ ഉള്ളൂ. അമ്മ വരും. അന്നമ്മ വരും. അന്നമ്മയോ? ഏതന്നമ്മ? ആൻറ്റി ആൻറ്റി ഇങ്ങോട്ട് വരുമായിരിക്കും. ഏതാ ആൻറ്റി? എന്നെ കൊണ്ടുപോകാൻ. ജോമോൾ ആൻറ്റിയാ? ജോമോൾ ആൻറ്റിയാണ്. രാവിലെ ജോമോൾ ആൻറ്റിയെന്ന് പറഞ്ഞു. അന്നമ്മേനെ അറിയാതെ. അന്നമ്മേ? നമ്മുടെ വീട്ടിൽ കുറുപ്പത്തറത്തെ അന്നമ്മയാ? കുറുപ്പത്തറത്തെ അന്നമ്മയൊക്കെ പോയല്ലേ? അവിടെ പോയി. കുറുപ്പത്തറത്തെ അന്നമ്മയൊക്കെ ദൈവം കൊണ്ടുപോയി. വീട്ടിലില്ലേ? അവര് പറഞ്ഞു സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ പോയി. സ്വർഗത്തിലോ? സ്വർഗത്തിലൊന്നും അവിടെ നിന്ന് ആരും പോയിട്ടില്ല. ആരും പോയിട്ടില്ലേ? അവിടുന്ന് പോയി. അന്നമ്മയൊക്കെ സ്വർഗത്തിൽ പോയിട്ട് നാളെ കുറേ ആയി.
ഉണ്ടാക്കണം ചേച്ചിയുടെ എല്ലാം മേടിച്ച് തിന്നോണം കേട്ടോ ഇടയ്ക്ക് അവളൊക്കെ നോക്കിയിരുന്ന് കുറയ്ക്കുന്ന ഞാനിന്ന് എന്നെ കൊണ്ട് ഒത്തിരി ചോറ് കൊണ്ടുവന്നായിരുന്നു. പോവാ എന്നിട്ട് ഈ സാധനം അടിപ്പിച്ചു. അല്ല അത് അടുപ്പിക്കല എവിടെ വേണേ ഇറങ്ങണേ ഇവിടെ ഇവിടെ ഇതുപോലെ ചാട്ട വേണം. നമ്മള് ആ അല്ലാടാ അത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്ങനെ ഇറങ്ങും ഞാൻ ഇറങ്ങിയോ ചേച്ചി പോയി സന്ധ്യ ആയപ്പോണ്ടേ എവിടെ പോയേക്കുമായിരുന്നു? എവിടെ പോയതാ? ഞങ്ങളൊന്നും പോയതല്ല പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങളാ പോയതല്ലേ? അതെ ഞങ്ങളല്ലേ പോയതല്ലേ? അമ്മയല്ലല്ലോ പോയേ ഇവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല, ഉറുമ്പ. അതാ മറ്റേ ചോക്ക് വരച്ച പോയില്ലേ? എനിക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ എവിടുന്ന് വരുന്നെന്ന്. ആ മുറിയിലെല്ലാം ഉണ്ടെന്നേ എൻ്റെ ആ മുറിയിലെ മേശപ്പുറത്തെല്ലാം ഉറുമ്പുണ്ട്. കൂടിനകത്തൊക്കെ എങ്ങനെ കേറുന്നു? എല്ലായിടത്തും ഉറുമ്പുണ്ട്. ഉറുമ്പിന് ഭയങ്കര ശല്യമാണ്. ചോക്ക് വരച്ചാലും രക്ഷയില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ വീട്ടിലാരോ ഉള്ളത് നമ്മുടെ വീട് നമ്മളൊക്കെ അല്ലേ ഉള്ളേ? ഇതല്ലേ നമ്മുടെ വീട്. ഇതല്ല പിന്നെ ഏത്? വീട്ടിലോട്ട് പോകാൻ കാര്യമാണ് എലിക്കുട്ടിയുടെ വീട് ഇതാ. എലിക്കുട്ടിയുടെ വീട് ഇതാ. കുറുപ്പന്തറത്തെ വീടായിരിക്കും ഉദ്ദേശിച്ചല്ലേ? അരയത്ത് പുത്തമ്പര ആയിരിക്കും. അരയത്ത് പുത്തമ്പര അന്നമ്മയുടെ കാര്യം ഇപ്പോൾ ചോദിച്ചു അല്ലേ? അരയത്ത് പുത്തമ്പരയാണോ ഉദ്ദേശിച്ചേ? അരയത്ത് പുത്തമ്പരയാണോ ഉദ്ദേശിച്ചേ? അരയത്ത് പുത്തമ്പര നമ്മുടെ വീടല്ല, അതൊക്കെ വേറെ ആൾക്കാരുടെ ഇല്ല. ആ നമ്മുടെ വീട് ഞാറോള് ഉതിരക്കട്ടെയാ. ആ അതാണിത് കേട്ടോ. അപ്പം ഇവിടെ എങ്ങോട്ടാ പോകണം നമ്മളിവിടെ നമ്മുടെ മുറിയല്ലേ ഇത്? അമ്മ കിടക്കണ മുറിയല്ലേ അത്? ഇവിടെ കിടക്കാനോ? ആ പോണില്ലേ? വേറെ എങ്ങും പോണില്ല. ഇപ്പോൾ സാവുച്ചേട്ടായുടെ അങ്ങ് ഒരു ദിവസം പോയി നിന്നു. എന്ത് വണ്ടിയാ പോകണം? ആ വണ്ടി പോക്കോട്ടെ. വണ്ടിയിലും കാണത്തില്ലേ ഇപ്പം? വീട്ടിൽ പറഞ്ഞിട്ടാണോ പോയി പോന്നെ? ഏത് വീട്ടിൽ? നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീട് ഇതാമേ, നമുക്ക് വേറെ വീടൊന്നുമില്ല. അല്ല ചെല്ലിയെന്ന് പറഞ്ഞിട്ടാണ്. ആ ചെലിയല്ലെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാനും പിള്ളേരും അല്ലേ? ആ ആരും ചെല്ലിയല്ലെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെയല്ലേ, പിന്നെ എന്തെങ്ങോട്ടാണ് പോണേ? ഇനി നമ്മൾ വിളിച്ചപ്പോഴേ പോകുന്നു വീട്ടിൽ പോകാനെന്ന് പറഞ്ഞ്. അതാ നമ്മളെ വേറെ എങ്ങും പോകാനില്ല. ഇനി നമുക്കിവിടെ സാവുൻ്റെ അങ്ങൊക്കെ പോകാനേ പറ്റുള്ളൂ. വേറെ വീടൊന്നും നമുക്കില്ല പോയി കിടക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ഥിരം താമസമാണ്. ആ ഇവിടെ നമ്മൾ സ്ഥിരം താമസം. ഇതില്ലേ ഞാറോളം ഉതിരക്കട്ടെ അല്ലേ? എലിക്കുട്ടിയുടെ വീട് അതല്ലേ? എൻ്റെ വീടൊന്നുമല്ല, പിന്നെ ഏതാ? എലിക്കുട്ടിയുടെ വീട് പിന്നെ ഏതാ? കാരണവന്മാരായിട്ടല്ല. ആ കാരണന്മാരായിട്ടുണ്ടാക്കിയ വീടാ. എലിക്കുട്ടിയുടെ കെട്ടിക്കൊണ്ട് വന്ന വീട് ഞാറോളം ഉതിരക്കട്ട അതല്ലേ വീട്? എലിക്കുട്ടീനെ കെട്ടിക്കൊണ്ട് വന്ന വീടല്ലേ ഞാറോളം ഉതിരക്കട്ട? അതല്ലേ വീട്? ആ പിന്നെ വേറെ വീടില്ല കേട്ടോ. എപ്പോഴെപ്പോഴും ഇനി ആ വീടിൻ്റെ കാര്യം പറയരുത്. അരയത്തം ജനിച്ച വീട്. അഞ്ച് പോകണ്ടേ എങ്ങോട്ട്? വീട്ടിലോട്ട്? ഓ ഇതാമ്മ വീട്, ഇതാണ് വീട്. പോണില്ലേ? ഇല്ല വേറെ വീടില്ലെന്ന് പോകാൻ. വേറെ വീട്ടിലോ? വേറെ വീടില്ലെന്നേ പോകാൻ. അയ്യോ ഭയങ്കര മഴക്കാറാണ്. ഭയങ്കര മഴക്കാറില്ല, സന്ധ്യ ആയതാ. മഴക്കാറും ഉണ്ട്. ആകാശം ഇപ്പോൾ സന്ധ്യയായില്ലേ? കരുതീരം പോലെ. ഇത് താമസിച്ച് പോയില്ലേ ഞങ്ങൾ വരാനായിട്ട്? വേണ്ടോ നോക്കി. ആ അത് ഇരുട്ടേതാ. കാറ്റും മഴ ഇടിയെല്ലാം ഉണ്ടാവും. ആ കാറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. പോകുന്ന വഴിക്ക് മഴ പെയ്തായിരുന്നു. ഏ ആരെ? കന്നുകാലിനെയൊന്നും കെട്ടിയില്ല. ആ കന്നാലിന് വിവാൻ പോയി കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടി. അവൻ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ വിവാൻ പോയി അയച്ചുകൊണ്ട് വന്ന് കെട്ടി. കെട്ടിയോ? ആ എവിടെയാ? ഞാൻ പറമ്പിലായിരുന്നു. ആ നമ്മുടെ വീട്ടില. ആ നമ്മുടെ വീട്ടിൽ കെട്ടിയിട്ടാണ് പോകുന്നത്. ആണോ? അവൾക്ക് അത്ര നിശ്ചയമുണ്ടല്ലോ. അവിടെ എല്ലാം നിന്ന് വിളിപ്പിച്ചോ? ആണോ? അത് നന്നായിട്ട് തിന്നാണ്ടായിരുന്നു. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടോ അവിടെ? അമ്മയല്ലേ നിൽക്കുന്നേ? അമ്മയായി നിൽക്കുന്നേ. പപ്പായ ഉണ്ടോ? പപ്പായില്ല. ചെറുക്കന്മാരുണ്ടോ? ചെറുക്കന്മാരുണ്ട്. ഒരു ചെറുക്കൻ, ഞാൻ, എൻ്റെ മകനൊരു ചെറുക്കൻ, അങ്ങനെ 2 ചെറുക്കന്മാർ കൂടി ഉണ്ട്. ആരുമില്ല. പെണ്ണുങ്ങൾ 2 പേരുണ്ട്. ഒന്ന് ഏലിക്കുട്ടി, ഒന്ന് ജോമോള്. പിന്നെ അടുത്ത ദിവസം വിവീന വരും. അടുത്ത ദിവസം വിവീന വരും. അങ്ങനെ 3 പെണ്ണുങ്ങൾ. അടുത്ത ദിവസം വിവീന വരും. വിവീന വരുമെന്ന്. അടുത്ത വീട്ടിലോട്ടോ? ഈ വീട്ടിലോട്ട്, വേറെ വീട്ടിലോട്ടല്ല. നമ്മുടെ വീട്ടിലോട്ടല്ലേ? ആ നമ്മുടെ വീട്ടിലോട്ട്.
നമ്മുടെ വീട് ഇതല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ഉണ്ട്. നമ്മളുണ്ട്. ആ പിന്നെ ആരാ വേറെ ആരാ വേണ്ടേ? നമ്മൾ പോരെ. പപ്പായ ഉണ്ടോ? പപ്പായുണ്ട്, പപ്പായും ഉണ്ട്, ആ മമ്മിയുണ്ട്. അതെ. എന്നാ പോകാം. എവിടെ എവിടെ? വീട്ടിലോട്ട്. അമ്മ ഇതാ വീട്, വേറെ വീടില്ലെന്നേ. ഓടില്ലേ? ആ ഇതേറ്റാ ഇതല്ലേ വീട്. ഇവിടെ താമസിക്കാനാ? ആ ഈ വീട്ടിൽ ഇത്രയും പേരുള്ളൂ. ഇത്രയും പേരുള്ളത് ഈ വീട്ടിലാ, വേറെ വീടൊന്നുമില്ല. വീടില്ലേ? വേറെ വീടൊന്നുമില്ല. വീടില്ലേ? അവിടെ വീടെന്തേ? നമ്മുടെ വീട് ഇത്. ഇതെങ്ങനെയാണ്? ഇതിങ്ങനെ നമ്മുടെ പിന്നെ ഇത് ആരുടെ വീടാ? പിന്നെ ഇത് പിന്നെ ആരുടെ വീടാ? അല്ലെന്നേ എന്നോട് ഇങ്ങനെ പോന്നപ്പോൾ ചോദിച്ചു എന്നെ കൂട്ടാൻ വരും, അന്നമ്മ വരുമെന്ന് ഓർത്തായിരുന്നെന്ന് പറഞ്ഞ്. മഴക്കാറാണോ? കരിക്കട്ട പോലെ ആ ഇടിയും മഴ ഉണ്ടാകാൻ പോവാ. ആ ഇടിയും മഴയും ഉണ്ടാവും. അയ്യോ പൊറുക്കുന്ന ഇടയ്ക്കല്ലോ ഒന്ന്. ഷോ എവിടെ പോനാന്നേ? ഇനി എങ്ങും പോകാനില്ല. പോണില്ലേ? ആ അതിന് നമുക്ക് ഉള്ള സ്ഥലം ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ കിടക്കുവോ? ആ അതിനാ പിന്നെ എവിടെ കിടക്കണേ? പിന്നെ എവിടെ കിടക്കാനാ? അവരെന്നാ അങ്ങനെ? ആ നമ്മുടെ സ്ഥലത്തല്ലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. കൂടെ ഇല്ല വെച്ചേ. എവിടെ പോകാനാ പിന്നെ? നമ്മുടെ സ്ഥലത്തല്ല വേറെ വല്ലയിടത്തും പോയി കിടക്കാൻ വല്ലവരും സമ്മതിക്കുമോ? നമ്മുടെ വീട്ടിൽ പോയി കിടക്കുമല്ലോ നമുക്ക് സുഖം. നമ്മുടെ വീട് ഇതാ കേട്ടോ. എലിക്കുട്ടിയുടെ വീട് ഇതാണ്. ഞാറുകുളം ഉതിരക്കട്ടയാണ് എലിക്കുട്ടിയുടെ വീട്. ഇതില്ലേ കട്ടിൽ കണ്ടില്ലേ? എലിക്കുട്ടി കിടക്കണ കട്ടിലേ അത്. പെട്ടിയുണ്ടോ നോക്കിയേ? പെട്ടിയുണ്ടോ? എലിക്കുട്ടിയുടെ പെട്ടി എവിടെയുണ്ടോ നോക്കിയേ? വെട്ടിയോ? ആ എന്നാ വെട്ടി? എലിക്കുട്ടിയുടെ പെട്ടിയില്ലേ? കൊണ്ടുപോകാനാ? കൊണ്ടുപോകാനല്ല, അവിടെ ഉണ്ടോയെന്ന് നോക്കാനാ പറഞ്ഞേ. അവിടെ ഉണ്ടോയെന്ന് നോക്ക്. ഇവിടെയോ? ആ ഇവിടെയുണ്ട്. ആ അപ്പോൾ അതല്ലേ വീട്. അതല്ലേ? ആ അപ്പോൾ എലിക്കുട്ടിയുടെ വീട് ഇതാണ് കേട്ടോ. എലിക്കുട്ടിയുടെ വീട് ഇതാണ്. എലിക്കുട്ടിയുടെ വീട് ഇതാണ്. ഇതൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. വീട്ടിലോട്ടൊന്നും ഇനി വേറെ വീടൊന്നും ഇല്ല കൊണ്ടുപോകാൻ. ഇനി വേറെ വീടൊന്നും ഇല്ല കൊണ്ടുപോകാൻ. വീട്ടിൽ വേറെ വീടൊന്നും ഇല്ലെന്ന്. അത് നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ വീട് ഇതാ. ഇത് പിന്നെ നമ്മുടെ വീടാ. ഇത് പിന്നെ ആരെ വീടാ? പിന്നെ ഇത് പിന്നെ ആരെ വീടാ? ആ ആ ഇത് വേറെ ഉള്ളവരുടെ. ഇത് ഞാറുകുളത്തെ എലിക്കുട്ടിയുടെ വീടാ. പിന്നെ അതേന്നേ. വേറെ ആയിപ്പോയി. നേരല്ലെന്ന് ആര് പറഞ്ഞു? എന്നെ കണ്ടാ മനസ്സിലാവോ? ഇത് ഞാറുകുളം ഏതത്തെ എലിക്കുട്ടിയുടെ വീടാ. എന്നെ കണ്ടിട്ട് മനസ്സിലായോ? എന്നെയോ? ആ പിന്നെ ആരാ? പേര് പറ. ജോമോൾ. നീയോ? വീട്ടുപേര് പറ. ഞാറുകുളം ഉതിരക്കട്ടെ. ആ ആ ആ പിന്നെ അതാ പറഞ്ഞത് പോകണ്ടെന്ന്. അതാ പറഞ്ഞത് പോകണ്ടെന്ന്. നീ ഇവിടെ കിടന്നോ കേട്ടോ. ഒരു ദിവസം അങ്ങോട്ടൊന്ന് മാറിയപ്പോ അമ്മയ്ക്ക് എല്ലാം പോയി കേട്ടാ. ഒരു ദിവസേ അങ്ങ് മാറിയപ്പോ അമ്മ എല്ലാം മറന്നു പോയെന്ന്. ഒരു ദിവസം ഒരു മാറി നിന്നപ്പോ എല്ലാം മറന്നു പോയെന്നാ പറഞ്ഞേ. മറന്ന് മറന്ന് മറന്ന്. ഞാനോ? ആ ഞാനൊന്നും മറന്നിട്ടില്ല. ചാച്ചൻ വീട്ടിലുണ്ടോ? ചാച്ചനൊന്നും വീട്ടിലില്ല. അവിടെ പോയി. ചാച്ചനൊക്കെ പോയി ഇവിടുന്ന്. ഇവിടുന്ന് പോയെന്നേ. ഇവിടെ പോയ ചാച്ചനെയൊക്കെ കൊണ്ടുപോയി. ദൈവം കൊണ്ടുപോയി. ദൈവം കൊണ്ടുപോയെന്നേ. ദൈവം? ആ ഇതിനകത്ത് ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി. ചാച്ചൻ വീട്ടിലുണ്ടാകുന്ന എന്ന് പിന്നെ ദൈവം കൊണ്ടുപോയി. ആ അതൊക്കെ ദൈവം കൊണ്ടുപോയി. പിന്നെ അമ്മ അറിയാതെ കൊണ്ടുപോയി. ചുമ്മാ പറയാ. വഴക്കങ്ങോട്ട് പറ. എന്നാ രണ്ട് വഴക്കങ്ങോട്ട് പറയാ. എല്ലാം വഴക്കേ അന്തോ ബന്ധമില്ലാതെ പറഞ്ഞേക്കണം. അതെ അന്തോ ബന്ധവും ഇല്ലാതെ അങ്ങ് പറയുക. ആണ്ടേ അന്തോ ബന്ധവും ഇല്ലാതെ പറയുക. കാര്യം പറയാ മനസ്സിലാകട്ടെ. ആ ഞാൻ പറഞ്ഞു ചാച്ചൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ. ചാച്ചൻ പോയെന്നല്ലേ പറഞ്ഞു. വേണ്ട വേണ്ട അവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോളാം. അമ്മ കഴിച്ചോ. അവിടെ ഇരിപ്പുണ്ട്, അത് അമ്മയ്ക്കുള്ളതാ. ആ പിന്നെ മധുരമുണ്ടോ അമ്മേ? മധുരമുണ്ടോ? ഈശോയെ നല്ല മധുരം തോന്നുന്നു എന്തായിരിക്കും? ലഡു തിന്നണമായിരിക്കും. വീട്ടിൽ അവരാരും പോകാന്. ആരാമേ? അന്നമ്മയൊന്നും ഇല്ലമ്മേ. അന്നമ്മയൊന്നും ഇവിടെ ഇല്ല. പോയി അന്നമ്മയൊക്കെ കൊണ്ടുപോയി, ദൈവം കൊണ്ടുപോയി. ടൂറിന് പോയി. ടൂറിന് പോയേക്കുവാ.
അവിടെ ടൂറിന് പോയി. പിന്നെ ഞാൻ എന്നെ പറഞ്ഞാലേ അമ്മ വിശ്വസിക്കുന്നത്. പിള്ളേരുണ്ട്. അവരെല്ലാരും പോയി. ഏത് പിള്ളേര്? പിള്ളേരാ? അന്നമ്മയുടെ പിള്ളേരാ? ടൂറിനൊക്കെ പോയില്ലേ ആ ഞായറാഴ്ച. ഞായറാഴ്ച അല്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒറ്റ വേണം. റൊട്ടി വേണ്ട, അമ്മ തന്നോ. എനിക്ക് റൊട്ടി ഇവിടെ ഉണ്ട്. മരുമോനാണല്ലോ. എനിക്കിവിടെ ഉണ്ട്. അല്ല, അമ്മ ഇന്ന് തരുന്നതല്ലേ. അമ്മ തിന്നുമ്പോൾ ആര് നിന്നാലും അമ്മ അവർക്കെല്ലാം കൈ നീട്ടി കൊടുക്കും. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെ നിന്ന് നിർത്തോളാം. അമ്മ കഴിച്ചു. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.